ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്നൊരു സ്പെഷ്യൽ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ഈ പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ 2 പാത്രത്തിലായിട്ട് നമ്മുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതായത് അരിയുടെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ 2 കൂടി 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 കപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അരയായിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ടോട്ടൽ 1/2 കപ്പേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇതിൽ ഒരെണ്ണത്തിലോട്ട് കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചേക്കുന്ന മറ്റേ പുട്ടിൻ്റെ പൊടിക്കകത്തോട്ട് നമുക്ക് കുറച്ച് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കും നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1/4 കപ്പാണ് പുട്ടുപൊടി എടുത്തത്. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ആഡ് ചെയ്ത് വെച്ച പുട്ടുപൊടിക്കകത്തോട്ടും ഇതുപോലെ തന്നെ നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമുക്കിനി നമ്മുടെ പുട്ടിൻ്റെ പൊടിയൊന്ന് നനച്ചെടുക്കാം. ഇപ്പം നമ്മുടെ 2 പുട്ടുപൊടി ഞാനിവിടെ ഇതുപോലെ പുട്ടിന് നമ്മൾ നനച്ചെടുക്കും പോലെ നനച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം. നമുക്ക് 2 കളറ് ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിട്ട് പുട്ടുകുറ്റി നിറച്ചെടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ പുട്ടുപൊടി പുട്ടിൻ്റെ കുറ്റിയിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 കളറ് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്താണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ലാസ്റ്റ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വേറെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അതുപോലെ തന്നെ പുട്ടിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി കാണണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.